ICU പീഡന കേസ് അതിജീവിത സമരവുമായി തെരുവിൽ. മാനാഞ്ചിറ റോഡിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഗൈനക്കോളജിസ്റ്റ് KV പ്രീതയ്ക്കെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടിനായി വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടും അനുകൂല സമീപനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസ് അതിജീവിത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുൻപിൽ സമരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സമരം റോഡിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഇത്തരത്തിൽ സമരത്തിൻ്റെ സ്വഭാവം മാറ്റുന്നത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് അതിജീവിതയുടെ അടുത്ത് തന്നെ ചോദിക്കാം. എന്താണ് ഇങ്ങനെ റോഡിലേക്ക് മാറാനുള്ള ഒരു കാര്യം? ഞാൻ 6 ദിവസമായി ഇവിടെ ഇരിക്കുന്നു. പക്ഷേ ഇതുവരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പോലും ആരും ചോദിക്കുന്നില്ല. അവിടെ ഇരുന്നിട്ട് വെറും കാര്യമില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ്. പിന്നെ വിവരാവകാശ കമ്മീഷനിൽ ഞാൻ 5.5 മാസമായി പരാതി കൊടുത്തിട്ട്. ഇന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്ന് അവർ ഇങ്ങോട്ട് മറുപടി ചോദിച്ചുകൊണ്ട് ലെറ്റർ അയക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ആയിട്ട് അവരൊരു മറുപടി തരാത്തതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനം, അല്ലെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായ പ്രതിഷേധം എന്നുള്ളതാണ് കാണുന്നത്? താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം അവർക്കൊരു താക്കീതാണ്. എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലും ഗുരുതരമായിട്ട് ശക്തമാക്കിയിട്ട് സമരം ഉണ്ടാവും. ഇപ്പം നൗഷാദ് തക്കേല കൂടി ചേരുന്നുണ്ട്. നൗഷാദ്, ഇത് ആദ്യഘട്ടത്തിൽ പോലീസ് ഒരു നെഗ്ലക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പം ഏറ്റവും ഒടുവിൽ കൃത്യമായി പോലീസ് ഒരു ഇടപെടൽ നടത്തുന്ന അവസ്ഥ കൂടി ഉണ്ടായല്ലോ. എന്നിട്ടും നീതിയില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഈ വിവരാവകാശ കമ്മീഷനിലൊക്കെ അപ്പീൽ കൊടുക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. പക്ഷേ ഇവരുടെ വിഷയത്തിൽ കഴിഞ്ഞ 5.5 മാസമായിട്ട് ഒരു അപ്പീൽ കൊടുത്തിട്ട് നമ്മൾ ഇന്നലെയും ഇന്നും അന്വേഷിച്ച സമയത്തും ഈ വാർത്തകൾ വന്ന സമയത്തും മാത്രമാണ് പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടിയത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട്. കാരണം ഇതിൽ നമ്മളൊരു പഞ്ചായത്ത് ക്ലർക്കിനായോ ഒരു മറ്റ് താഴെത്തട്ടിലുള്ളൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ പിന്നെ 5,000-ഉം 10,000-ഉം 30 ദിവസം കഴിഞ്ഞിട്ട് വിവരാവകാശ നിയമപ്രകാരം രേഖ നൽകിയിട്ടില്ലെങ്കിൽ ഫൈൻ ഇടുന്ന ഈ ബഹുമാനപ്പെട്ട കമ്മീഷൻ ഈ ഇത്രയും സെൻസേഷനായിട്ടുള്ള ഇത്രയും പിന്നെ വളരെ വിവാദമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു അതിജീവിത ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് അതിൽ ഒരു അപ്പീൽ കൊടുത്തിട്ട് 5.5 മാസം ഇത് വെച്ച് ഇവരെന്ത് ചെയ്യുകയായിരുന്നുള്ള ചോദ്യം ജനങ്ങൾ അറിയണം, സമൂഹത്തിലെ മുഴുവൻ ആളുകൾ അറിയണം. അതിനു വേണ്ടി തന്നെയാണ്. എന്തായാലും സമരത്തിൻ്റെ സ്വഭാവം ആ തരത്തിൽ ഒരു താൽക്കാലികമെങ്കിൽ പോലും റോഡിലേക്ക് മാറി നിന്നുകൊണ്ട് തുടരുകയാണ് അതിജീവിത. ഇനി ഈ വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് റിപ്പോർട്ട് കിട്ടുമെന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത അവരെ സംബന്ധിച്ച് ഇപ്പോഴും ഇല്ല എന്നുള്ള അവസ്ഥ തുടരുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.